എല്ലാവർക്കും ഈസി ഇലക്ട്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡയോഡ്, സെനർ ഡയോഡ്, ഒരു LED ഇവയൊക്കെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടൈപ്പ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, ഡയോഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്. ഒരു ഡയോഡിന് 2 ടെർമിനലുകളാണുള്ളത്. ഒന്ന് ആനോഡ്, രണ്ടാമത്തത് കാഥോഡ്. ഈ ഡയോഡിന്റെ ഒരു സിൽവർ റിങ് കാണുന്ന ഈ ഭാഗമാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഡയോഡിന്റെ പ്രത്യേകത, ഡയോഡ് ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ കറണ്ട് കടത്തിവിടുള്ളൂ. അതായത് ഒരു ബാറ്ററി നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഡയോഡിന്റെ ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും കൊടുക്കുകയാണെങ്കിൽ ഈ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഇത് ഫോർവേഡ് പാസ് ആയിരിക്കും. ഈ സമയത്ത് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും കാണിക്കുക. എന്നാൽ നേരെ മറിച്ച് ആ ബാറ്ററി തിരിച്ചു കൊടുക്കുക, അതായത് ആനോഡിലേക്ക് നെഗറ്റീവും കാഥോഡിലേക്ക് പോസിറ്റീവും കൊടുക്കുകയാണെങ്കിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയില്ല, കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഒരു ഡയോഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഡയോഡുകളൊക്കെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ നോബ് തിരിച്ചുകൊണ്ട് ഡയോഡിൻ്റെ സിമ്പൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സിമ്പൽ കാണുന്ന ഈ ഭാഗത്തേക്ക് ഈ റൊട്ടേറ്റിംഗ് സ്വിച്ച് തിരിച്ചുകൊണ്ട് ഇവിടേക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ ഈ ബ്ലാക്ക് പ്രോബ് ഈ കോം എന്നെഴുതിയ ഈ പോർട്ടിൽ കണക്ട് ചെയ്യുക. മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് ഇവിടെ VO മില്ലിയാമ്പർ എന്നെഴുതിയ ഈ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൾട്ടിമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ട്. അതായത് ഈ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് സപ്ലൈ ഈ ലീഡിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ഇവിടേക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡയോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റീഡിങ് കാണാം. എന്നാൽ നേരെ തിരിച്ചു കൊടുക്കുകയാണ്, അതായത് ആനോഡിലേക്ക് നെഗറ്റീവും കാഥോഡിലേക്ക് പോസിറ്റീവും കൊടുക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ലീഡും അതായത് റെഡ് പ്രോബും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മീറ്ററിൽ ഹൈ എന്ന് സൂചിപ്പിക്കുന്ന 1 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡയോഡിലൂടെ റിവേഴ്സിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഫോർവേഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ ഈ ഡയോഡ് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 ഭാഗത്തും ഇതിൽ റീഡിങ് കാണിക്കുകയാണെങ്കിൽ ആ ഡയോഡ് ഷോർട്ടായിരിക്കും. എന്നാൽ 2 ഭാഗത്തേക്കും റീഡിങ് കാണിക്കുന്നില്ലെങ്കിൽ ആ ഡയോഡ് ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെയാണ് ഡയോഡ് ടെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് സെനർ ഡയോഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെനർ ഡയോഡും ഇതുപോലെ തന്നെ. സെനർ ഡയോഡിൻ്റെ പ്രത്യേകത, സെനർ ഡയോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു ബ്ലാക്ക് റിങ് കാണാൻ കഴിയും. ഈ ബ്ലാക്ക് റിങ് കാണുന്ന ഭാഗം കാഥോഡായിരിക്കും. അതായത് ആനോഡിലേക്ക് ഈ മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബും കാഥോഡിലേക്ക് ബ്ലാക്ക് പ്രോബും കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റീഡിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നേരെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, റിവേഴ്സ് ബയാസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഹൈ ആയിട്ട് കാണും, അതായത് 1 ആയിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സെനർ ഡയോഡ് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത, സെനർ ഡയോഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെനർ ഡയോഡ് ലോ വോൾട്ടേജുള്ള സെനർ ഡയോഡ് ആണെങ്കിൽ റിവേഴ്സ് വോൾട്ടേജിലും റീഡിങ് കാണിക്കും. ഇനി അടുത്തത് LED ചെക്ക് ചെയ്യുമ്പോൾ LEDക്ക് ആനോഡും കാഥോഡും ഉണ്ട്. അതായത് ഈ വലിയ ലീഡ് കാണുന്നത് പോസിറ്റീവും ചെറിയ ലീഡ് കാണുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആനോഡിലേക്ക്, അതായത് പോസിറ്റീവിലേക്ക് റെഡ് പ്രോബ് കൊടുത്തു, ബ്ലാക്ക് പ്രോബ് കൊടുത്തു. അപ്പോൾ ഈ LED കത്തുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ കത്തുന്നുണ്ടെങ്കിൽ ആ LED ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റിവേഴ്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ LED കത്തൂല. അപ്പോൾ ഇങ്ങനെയാണ് ഈ LED ടെസ്റ്റ് ചെയ്യുന്നത്. ഡയോഡ്, സെനർ ഡയോഡ്, LED ഇവയൊക്കെ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.